രാവിലെ തന്നെ ഞാൻ ഷിനാജും കൂടെ ഒന്ന് റേഷൻ കട വരെ പോകുവാണ്. എൻ്റെ പേര് ഇവിടുത്തെ റേഷൻ കാർഡിലോട്ട് കയറ്റിയതാണ് കേട്ടോ. പക്ഷേ വൻ കോമഡിയാണ് ഇടക്കിടക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ പേര് കയറും, ഇടയ്ക്ക് ഇറങ്ങിപ്പോവും, പിന്നെയും കയറും, പിന്നെയും ഇറങ്ങിപ്പോവും. എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ റേഷൻ കാർഡിന് എൻ്റെ പേര് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്രാവശ്യം കൂടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നോക്കും എൻ്റെ പേര് കയറിയാ ഇല്ലേ എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ സപ്ലൈ ഓഫീസ് അക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. എന്തായാലും ഭാഗ്യത്തിന് എൻ്റെ പേര് ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആ വിരൽ വെക്കുമ്പോഴും അയ്യോ ഒന്ന് കയറിയാൽ മതി എന്നുള്ള ഇതായിരുന്നു മനസ്സിൽ. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ അക്ഷയയും സപ്ലൈ ഓഫീസും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നടക്കുന്നത്. എന്തായാലും പേര് കയറി സമാധാനമായി. അങ്ങനെ ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴി എൻ്റെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. എനിക്ക് കുറേ ആയിട്ട് പ്രൊമോഷന് വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ട്രിപ്പിൽ ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ തീർക്കാനുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത്. റേഷൻ കടയിൽ നിന്ന് വന്നിട്ട് ഷിനാജും ഉമ്മയും കൂടെ മുരിങ്ങയില പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഷിനാജിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഈ മുരിങ്ങ താളിപ്പ്, മുരിങ്ങച്ചാറ്. മുരിങ്ങയില കൊണ്ട് എന്തുണ്ടാക്കിയാലും ഷിനാജ് കഴിച്ചോളും. അപ്പോൾ ഇന്ന് ഷിനാജ് വീട്ടിലുള്ളതുകൊണ്ട് മുരിങ്ങയില കൊണ്ട് എന്തെങ്കിലും മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കി. കൂർക്ക ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കച്ചെമ്മീനും ഉണക്കമുളകും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചുട്ടരച്ച ചമ്മന്തിൻ്റെ പൊന്നും അത് കിടിലനായിരുന്നു കേട്ടോ. അത് തന്നെ ഞാൻ കാര്യമായിട്ട് ചോറിന് കൂട്ടിയത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം നനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു മീൻ കട കണ്ടത്. അപ്പോഴാണ് സച്ചുവിൻ്റെ കാര്യം ഓർത്തത് കേട്ടോ. അതായത് സുനീറാൻ്റെ മകൻ. അവൻ കുറച്ച് മീനെയൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു അക്കോറിയൊക്കെ ഉണ്ടാക്കി അതിൽ ഇട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ വക കറുപ്പ് ഷിനാജ്. ഇത് രണ്ടും ഒന്നിച്ചിടാൻ പറ്റില്ല. സുനീറ കാര്യമായിട്ട് ഇതേ ചോളം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും ഒരു പ്ലേറ്റ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാധനം. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്.